പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന്റെ എക്കണോമിക്സ് കോഡ് നമ്പർ 318 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 9ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അവർ പഠിക്കേണ്ട മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രമേ എക്സാമിന് പഠിച്ചാൽ മതി, ബാക്കിയുള്ള 40% എക്സാമിന് ഒഴിവാക്കുന്നു. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഴയ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ചാപ്റ്ററിൽ വരുന്ന റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷന്, മീൻ ഡീവിയേഷൻ ഇതെല്ലാം അവതരിപ്പിച്ചു. ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താന്ന് പറയും, അതിന്റെ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസുള്ള പ്രോബ്ലംസ് ഒരു മെത്തേഡ് വെച്ച് മാത്രമേ നമ്മൾ വർക്കുള്ളൂ. ഒരുപാട് മെത്തേഡുകളുണ്ട്, അതെല്ലാം അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് വെച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഓക്കെ, പരീക്ഷ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വരിക. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു നിർവചനം വേണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആണ് ഓഫ് ദി മീൻ ഓഫ് ദി സ്ക്വയർഡ് ഡീവിയേഷൻ ആണ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം ദയർ മീൻ ആണ്. ഓക്കെ, നമ്മൾ ഈ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇന്റീജർ സീരീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ, റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇന്റീജർ സീരീസിലെ ഡാറ്റ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് മീൻ ആണ്. മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് ഇതിന്റെ ടോട്ടലാണ്. 20, 35, 5, 40, 10, 50 ആണ്. 50. അപ്പൊ 50 ഡിവൈഡ് ബൈ എത്ര ഉണ്ട്? 1, 2, 3, 4. 4 ആണ് വരും കേട്ടോ. 50 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഒരു എളുപ്പപ്പണി ആകണമെങ്കിൽ ഇതൊരു ഐറ്റം കൂടി നമുക്ക് ഇതിൽ കൂട്ടി എഴുതാം. 20 പിന്നെ നമുക്ക് വേണമെങ്കിൽ 0 എടുക്കാം കേട്ടോ. അപ്പൊ 50 ഡിവൈഡ് ബൈ 5 ഈ പോയിന്റ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 50 ഡിവൈഡ് ബൈ 5 ആയിട്ടുണ്ട്. 3, 4, 5. അപ്പൊ 10. മീൻ 10. ഇനി നമുക്ക് ഡി സ്ക്വയർ ആണ് ഇവിടെ വേണ്ടത്. എനിക്ക് ഡി ആദ്യം കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റം എക്സ് ബാർ മീൻ നിന്ന് മൈനസ് ചെയ്യാം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണ്. അപ്പൊ 5 മൈനസ് മീൻ എത്ര? 10. 10 മൈനസ് 10, 15 മൈനസ് 10, 20 മൈനസ് 10, 0 മൈനസ് 10. ഇതാണ് ഡി വരുന്നത്. 5 10 മൈനസ് 5, 10 10 0, 15 10 5, 20 10 10, 0 10 0 എന്ന്. ഇനി ഇതിന്റെ സ്ക്വയർ ആണ് ഡി സ്ക്വയർ എന്ന്. 5ന്റെ സ്ക്വയർ എത്ര? 5 ഇൻറ്റു മൈനസ് 5 ഇൻറ്റു മൈനസ് 5 എത്ര? 25. അടുത്ത 0 ഇൻറ്റു 0 0, 5 ഇൻറ്റു 5 25, 10 ഇൻറ്റു 10 100, 0 ഇൻറ്റു 0 0. എത്ര? സിഗ്മ ഡി സ്ക്വയർ 25 25 50 60 70 കേട്ടോ. 70. അപ്പൊ നമ്മൾ ഇതിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. റൂട്ട് ഓഫ് എത്രയാണ്? സിഗ്മ ഡി സ്ക്വയർ എത്രയാണ്? 70 ഡിവൈഡ് ബൈ എൻ എത്രയാണ്? 1, 2, 3, 4, 5. അപ്പൊ എത്ര പേര് നോക്കാം? 70 ഡിവൈഡ് ബൈ 5 എത്ര നോക്കാം? 70 ഹരിക്കണം 5. 5, 2, 20 4, 14. റൂട്ട് 14 എത്രയാണ് നോക്കിയത്? അത് നിങ്ങൾ കാൽക്കുലേറ്ററിലോ ലോഗരിതത്തിലോ നോക്കിയ റൂട്ട് 14 എത്ര? ആ ആൻസർ ആണ് നമുക്ക് ഇവിടെ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, അതെല്ലാവരും ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കി, റൂട്ടുള്ള കാൽക്കുലേറ്റർ അടിച്ചെടുക്കും. ഇനി ഇതേപോലെ ഡിസ്ക്രീറ്റ് സീരീസിലും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സിഗ്മ എഫ് ടി സ്ക്വയർ ഡിവൈഡ് n ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് വേണ്ടത് മീൻ കണ്ടുപിടിക്കണം. മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ n ആണ്. എഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഇൻറ്റു എക്സ് 1 ഇൻറ്റു 5 ഇൻറ്റു 1 10 ഇൻറ്റു 2 15 ഇൻറ്റു 3 20 ഇൻറ്റു 4 5 20 45 80 45 5 50 2 70 150 ഡിവൈഡ് ബൈ എത്ര എണ്ണ ഉണ്ട് നോക്കണത്? 1 2 3 4 4 വരുന്നുണ്ട്. 150 ഹരിക്കണം 4 3 4 12 30 എത്ര 4 ഉണ്ട് നോക്കട്ടോ. ഇത് നമുക്ക് പോയിന്റ് ആണ് വരുന്നത്. പോയിന്റ് അങ്ങനെ ആയിട്ട് വരും. 30 എത്ര 4 ഉണ്ടോ? 4 7 28 2 37.5 വരുന്നത് കേട്ടോ. മീന് ഇത് 37.5 ആണ്. അപ്പൊ ഓരോ ഐറ്റവും 37.5 കൊടുക്കണം. അതാണ് ഡി എന്ന് പറയുന്നത്. 37.5 ഓരോന്നും കൊടുക്കാം. 5 മൈനസ് 37.5 അപ്പൊ എത്ര വരും? 32.5. പിന്നെ 10 മൈനസ് 37.5 27.5 ഇതൊക്കെ മൈനസ് തന്നെ വരിക. അടുത്ത് 15 മൈനസ് 37.5 എത്ര വരും? 10 മൈനസ് ചെയ്തപ്പോ 27.5 വന്നു. 5 കൂടി മൈനസ് ചെയ്ത 22.5. ഇനി 20 മൈനസ് 17.5. ഇനി ഇതിന്റെ സ്ക്വയർ കാണാം. 32.5 സ്ക്വയർ കാണാം. അതാണ് ഡി സ്ക്വയർ എന്ന് പറയുന്നത്. 32.5 സ്ക്വയർ. അടുത്തത് 27.5 സ്ക്വയർ. അടുത്തത് 22.5 സ്ക്വയർ. അടുത്ത് 17.5 സ്ക്വയർ. 2 പ്രാവശ്യം ഗുണിച്ചത് കിട്ടും കേട്ടോ. 37.2 ഇതാക്കാം. പക്ഷെ നമുക്ക് ആ ഒരു ആൻസർ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇക്വേഷൻ എന്താ? എഫ് ഡി സ്ക്വയർ ആണ് കേട്ടോ. എഫ് ഡി സ്ക്വയർ. അപ്പൊ ടി സ്ക്വയർ നമ്മൾ ഇവിടെ എഴുതണം. പിന്നെ അടുത്ത കോളം എഫ് ടി സ്ക്വയർ ആണ് വേണം കേട്ടോ. അപ്പൊ 32.5 2 വട്ടം ഗുണിച്ചെത്ര വരും? 32 ഇൻറ്റു 32 എത്രയാണ്? 64 65 വരും കേട്ടോ. അല്ല 32.5 2 പ്രാവശ്യം ഗുണിക്കണം. 32 332.5 എത്ര വരും നോക്കാം കേട്ടോ. 525 2 ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഡി സ്ക്വയർ കിട്ടും. പിന്നെ നമ്മൾ എന്താ എഫ് ടി സ്ക്വയർ കാണാം. എഫ് ടി സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ നേരെ അപ്ലൈ ചെയ്താൽ മതി. സിഗ്മ എഫ് ടി സ്ക്വയർ ബൈ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ബാക്കി ചെയ്യും. നമുക്ക് ഇവിടെ ചെയ്യാൻ ചില പ്രയാസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കാൽക്കുലേറ്ററിൽ അടിച്ച് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ ഗുണിച്ച് ചെയ്താൽ മതി. പരീക്ഷ കാൽക്കുലേറ്ററിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. 32.5 32.5 നിങ്ങൾ ഗുണിച്ച് ചെയ്യുക കാൽക്കുലേറ്ററിൽ. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. അടുത്തത് 27.5 27.5 അതിന്റെ ആൻസർ ഇവിടെ എഴുതാം. എന്നിട്ട് എഫ് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു ഇവിടെ കിട്ടിയ ആൻസർ 2 ഇൻറ്റു ഇവിടെ കിട്ടിയ ആൻസർ അങ്ങനെ ടോട്ടൽ ഇത് എന്നോണ്ട് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. 9037114679. ഓക്കെ, താങ്ക് യു.